ഹായ്, ഇന്ന് ഞാൻ വലിയൊരു പണിക്കായിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയേക്കുന്നത് കേട്ടോ. അടുക്കളയിലോട്ട് കയറിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ പറിക്കൊണ്ട് വെക്കുന്ന കാണുമ്പോഴേ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ക്ലീനിങ്ങിനുള്ള പരിപാടിയാണെന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ കൂടി ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഒരു ക്ലീനിങ് എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പറക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ അതിന് സ്പ്രേ ബോട്ടിൽ വേണം, കുറേ പഴയ തുണികൾ വേണം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉപയോഗിക്കാൻ കുറച്ച് തിളച്ച വെള്ളം വേണം. അപ്പോൾ ഞാനതെന്നുണ്ടെങ്കിൽ കെറ്റിലിനകത്ത് ഞാനങ്ങ് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വെച്ചു. അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്പൂസിനോട് ഈ സാധനങ്ങളെല്ലാം പറക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അവന് ഒരു സൈഡിൽ പറക്കി മാറ്റുന്ന നേരത്തിന് ഞാൻ ഒരു സൈഡ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഞാനിത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ കബോർഡുകളുടെയൊക്കെ പടുതി എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കി. ഈ ബോട്ടിലിരിക്കുന്ന ഈ ഭാഗമൊക്കെ കണ്ടോ? ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മുകൾ ഭാഗം അങ്ങനെ ശ്രദ്ധിക്കത്തില്ലല്ലോ. മുകൾ ഭാഗത്ത് അഴുക്കായത് കാണണമെങ്കിൽ നമ്മൾ വല്ല ലാഡർ വെച്ചിട്ട് മുകളിൽ കയറുന്ന സമയത്തായിരിക്കും ഇതൊക്കെ കാണുന്നത്. ഈ കബോർഡിനകം ആയാലും നമുക്ക് താഴെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ബോട്ടിലുകൾ എടുക്കത്തേ ഉള്ളൂ. കൂടുതലായി എണ്ണയൊക്കെ ഇരിക്കുന്ന ഭാഗത്താണ് അങ്ങനെ കൂടുതലായിട്ട് അഴുക്കാവുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കൂടെ പാത്രങ്ങളൊക്കെ പറക്കി മാറ്റി ക്ലീൻ ചെയ്യാനുള്ള ഇതിലാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കബോർഡ് കണ്ടപ്പോഴേ എനിക്ക് ഷോക്കായി. ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ള ടെൻഷനിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു സൈഡ് പറക്കി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാം. ആ നേരത്തിന് ഞാൻ അപ്പൂസിനോട് പറഞ്ഞ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതെല്ലാം പറക്കി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഈ സംഭവം എടുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ ഞാനെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഒന്ന് ഇട്ട് റെഡിയാവാമെന്ന് വിചാരിച്ച്. ലാസ്റ്റ് ടൈം ഗ്ലൗസ് ഇടാതെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കൈക്ക് ഭയങ്കര ഒരു നീറ്റിലൊക്കെ ആയിരുന്നു. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഒരുപാടൊന്നും യൂസ് ചെയ്യത്തില്ല. എൻ്റെ തന്നെ ഒരു പഴയ ഗ്ലൗസ് ഇവിടെ കിടന്നു കേട്ടോ. അത് മൊത്തം പന്നലായ ഗ്ലൗസാണ്. എന്നാൽ കൂടി നമുക്കിപ്പം ഗ്ലൗസിൻ്റെ സൗന്ദര്യമല്ലല്ലോ നമുക്ക് മെയിനായിട്ട്, നമ്മുടെ കൈയുടെ പ്രൊട്ടക്ഷൻ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ശരിയെന്ന് വിചാരിച്ചിട്ട് അത് കിട്ടിയതെടുത്ത് കയ്യിലിട്ടു. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ തിളയ്ക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് കോസ്റ്റിക് സോഡയാണ്. അപ്പോൾ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല, റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഊരിയിട്ട് ഞാൻ റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്തതെന്ന് വെച്ച് ഞാൻ എടുക്കുന്ന കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന ആ ഒരു ബോട്ടിൽ നിറയെ ഞാൻ വെള്ളം നിറയ്ക്കും. അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് വെറും 1 ടീസ്പൂണ് കോസ്റ്റിക് സോഡ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരുപാട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പല തരത്തിലുള്ള കമൻറ്റുകളന്ന് പറഞ്ഞായിരുന്നു. ഞാനിത് വീഡിയോ അയച്ചിൽ ഒരു പ്രാവശ്യം ഷെയർ ചെയ്തായിരുന്നു. അതന്ന് കാണാത്ത കൂട്ടുകാർക്ക് ഇത് പ്രയോജനപ്പെടട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു വട്ടം കൂടി ഇത് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് ഒരുപാട് നീറ്റായിട്ട് ക്ലീനാകും. കാരണം ഈ ഓയിൽ മയമൊക്കെ നമ്മൾ അല്ലാതെ ഇപ്പോൾ ഒരു സോപ്പ് ഓയിലോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിക്വിഡൊക്കെ ചേർത്ത് നമ്മൾ പിന്നെ ക്ലീൻ ചെയ്താലും ഇത്രയും ക്ലീൻ ആകത്തില്ല. പക്ഷേ ഞാൻ ഇത് ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ സ്പ്രേ ബോട്ടിൽ എൻ്റെ കൂട്ടുകാർ കഴിയുമെങ്കിൽ പിന്നെ ഈ ഗ്ലാസിൻ്റെ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാവത്തില്ല. ഇത് പിന്നെ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളതായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ അത് ബോട്ടിൽ ഉരുവിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ എടുത്തത്. കണ്ടോ, ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് സ്പ്രേ ചെയ്തേ വെച്ച് ഞാൻ ആ തുണി വെച്ചിട്ടൊന്ന് തുടച്ചുള്ളൂ. എത്ര നീറ്റായി നോക്കി. എൻ്റെ കൂട്ടുകാരിപ്പം കണ്ടതല്ലേ. അത് കഴിഞ്ഞാൽ ആ ചിമ്മിനിയുടെ മുകൾ ഭാഗമൊക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കി. ഈ ചിമ്മിനിയുടെ മുകൾ ഭാഗം അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ എണ്ണമയം പിടിച്ചിട്ട് നോക്കിയാൽ ഞാൻ ആ ക്ലീൻ ചെയ്ത ഭാഗവും അല്ലാത്ത ആ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ മനസ്സിലാവത്തില്ലേ. ഞാൻ ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്യുന്ന സമയം തന്നെ ആ ഓയിൽ അങ്ങനെ അത് റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു തുണി വെച്ച് ഒന്ന് തുടക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം ചിമ്മിനിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ചൊന്ന് കൈ സേഫായിട്ട് ഒന്ന് ഇത് ചെയ്യണമെന്നേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈം ഇത് ചെയ്ത സമയത്ത് എനിക്ക് കൈ ഒരുമാതിരി പിന്നെ ലാസ്റ്റിൽ ഇച്ചിരി ഒന്ന് അഴലുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിനാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശരി എന്നാൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നോക്കി ഞാൻ ആ കബോർഡിൻ്റെ മുകൾ ഭാഗം എൻ്റെ കൂട്ടുകാർ അന്നേരം കാണിച്ചപ്പോൾ എങ്ങനെ ഇരുന്ന കബോർഡിൻ്റെ മുകൾ ഭാഗമായിരുന്നു. ഞാൻ അന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം എല്ലാം വൃത്തിയായിട്ട് നീറ്റായിട്ട് തുടച്ച്, അതുപോലെ തന്നെ അന്ന് എല്ലാ കബോർഡിൻ്റെ മുകൾ ഭാഗത്തായാലും പുറത്തായാലും എല്ലാം ഇത് ഞാനിങ്ങനെ കുറേശ്ശെ സ്പ്രേ ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ അനിയത്തി അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവളെ കൊണ്ട് എനിക്ക് വീഡിയോ കോൾ ചെയ്യിച്ചതാണ്. അപ്പോൾ അവളുടെ ഫോണിൽ കൂടെ എന്നോട് വീഡിയോ കോളിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്തത് കേട്ടോ. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടെ എന്നോട് ചോദിക്കുക ഇത് എന്താ പറയുന്നത് എപ്പം നോക്കിയാലും ക്ലീനിങ്ങേ ഉള്ളൂ എന്ന് ചോദിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ പണി നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ. അമ്മ ഇങ്ങനെ നോക്കും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത് എല്ലാവരോടും ഒരു ഹായ് പറയുമെന്ന് പറയുക. അമ്മയെ കാണുന്നില്ല, അമ്മയെ പാതിയെ കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമെന്ന് പറയും. അപ്പോൾ എൻ്റെ അനിയത്തി കിടന്ന് ചിരിക്കുമോ ഞാൻ അങ്ങനെ പറഞ്ഞേന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അമ്മ കറക്റ്റായിട്ട് കാണിച്ചു. അപ്പോൾ അമ്മ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കേട്ടോ. അമ്മ നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. അമ്മ എന്നുണ്ടെങ്കിൽ പറയാം, എന്നോട് ചോദിക്കുക ഈ വേഷത്തിലൊക്കെ നിൻ്റെ കൂട്ടുകാരെ കാണിക്കണമെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പമെന്താ, അമ്മയെ കാണിച്ചാലുള്ള പ്രശ്നം എന്തുവാന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അങ്ങനെ തന്നെ അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചും ബാക്കിയുള്ള ക്ലീനിങ് ആയിട്ടോ. ഞാനിപ്പം ക്ലീൻ ചെയ്യുന്നത് ചിമ്മിനിയാണ്. അപ്പോൾ ആ ചിമ്മിനിയുടെ ആദ്യം പുറകുവശമൊക്കെ വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്താണ് ഈ ഓയിലൊക്കെ വന്നിരിക്കുന്ന ഒരു ട്രേ പോലത്തെ ഒരു സാധനം കേട്ടോ. അതിനകത്താണെങ്കിൽ എണ്ണയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുക. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തത് ക്ലീൻ ചെയ്യണം. അത് നമ്മൾ നോർമലായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്രയും ക്ലീൻ ആകത്തില്ല. പക്ഷേ ഇത് കുറച്ച്
ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുണിയിലൊന്നും തുടയ്ക്കാമെങ്കിൽ ഉണ്ടല്ലോ നല്ല ഗ്ലാസ് പോലെ തിളങ്ങും, നല്ല വൃത്തിയായിട്ട് തിളങ്ങും കേട്ടോ. നമ്മൾ ഈ കോസ്റ്റിക് സോഡ പിന്നെ ഈ കെമിക്കലാണ് എന്ന് വിചാരിച്ച് നമ്മൾ അധികം യൂസ് ചെയ്യാതിരുന്നാൽ മതി. ഞാൻ 1 ടീസ്പൂണാണ് ഈ ഒരു ബോട്ടിൽ നിറയെ വെള്ളത്തിന് ഞാൻ എടുത്തത്. അതുകൊണ്ട് അത് കറക്റ്റ് അളവിനായിട്ട് നമുക്ക് ക്ലീൻ ആവുകയും ചെയ്യും, ഒരു പ്രശ്നവും വരുത്തില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ എത്ര വർഷമായിട്ട് ഞാൻ ഈ സാധനമാണ് ഉപയോഗിച്ചിട്ടിപ്പോൾ ഞാൻ ഈ ചിമ്മിനികളും ഈ കബോർഡുകളെല്ലാം ക്ലീൻ ആക്കുന്നത്. നമ്മളല്ലാതെ സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ചൊന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആവത്തില്ല. പക്ഷേങ്കിൽ ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഈ അടുക്കള ഇതിന് ക്ലീനിങ്ങിന് മാത്രം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ വെള്ളം നല്ല തിളച്ച് ചൂടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല ചൂടോടെ ആയ വെള്ളത്തിനകത്ത് ഇത് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് തുടച്ചെങ്കിൽ ഇത് ക്ലീൻ ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ആ ചിമ്മിനിയുടെ ആ ഒരു ഡോർ പോലത്തെ സാധനമുണ്ട്, അതിനെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ തുണിക്കകത്തോട്ട് സ്പ്രേ ചെയ്തിട്ട് ആ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലാസ്റ്റിൽ ടൈലും ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്ത് കേട്ടോ. ടൈലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ദിവസം ഞാൻ സോപ്പിൻ്റെ ലിക്വിഡ് വെച്ചിട്ടൊക്കെ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്യും. പക്ഷേ നമുക്ക് ആ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണയൊന്നും വൃത്തിയായിട്ട് ക്ലീൻ ആവത്തില്ല. പക്ഷേ അതേ സ്ഥാനത്ത് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് തുടച്ചപ്പോഴത്തേന് ഇതിനകത്ത് ജസ്റ്റ് അതിനകത്തോട്ടൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ചപ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ എത്ര നീറ്റായിട്ട് ക്ലീൻ ആയി നോക്കി, എൻ്റെ ഗ്ലാസ് പോലെ തിളങ്ങുന്ന എൻ്റെ ടൈലൊക്കെ. ഞാൻ എത്ര തുണി ഉപയോഗിച്ചെന്ന് എൻ്റെ കൂട്ടുകാർ നോക്കിക്കേ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഒരു തുണി നമ്മൾ സ്പ്രേ ചെയ്ത് നമ്മളങ്ങ് തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് നമുക്ക് പിന്നെ തുടയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അതിനകത്ത് പിടിച്ച അഴുക്ക് മൊത്തം പിന്നെ അവിടെ പിന്നെയാവും. അതുകൊണ്ട് ഞാൻ അന്നുകൊണ്ട് ഓരോ തുണി മാറ്റി മാറ്റി ഒരു 3-4-5 പീസ് തുണി എടുക്കേണ്ടി വന്നു. എന്നാൽ കൂടി ഞാൻ എൻ്റെ അടുക്കള ഇന്ന് ക്രിസ്മസ് ആയിട്ട് എനിക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സമാധാനം. ആക്ച്വലി പറയുന്നത് കിച്ചണിൻ്റെ ഒരു സൈഡ് മാത്രമേ ക്ലീൻ ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ അപ്പുറത്തെ സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിലൊന്നും ഇരിക്കത്തില്ല, അതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടി തട്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ കൂടുതൽ ടാസ്ക് ഉള്ളത് ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ പിന്നെ ഗ്ലൗസും എല്ലാം ഊരി മാറ്റി. അത് കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്ത് എൻ്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ കൂട്ടുകാർ ആദ്യം എൻ്റെ കബോർഡ് കാണാൻ നേരത്ത് എത്ര വൃത്തികേടായിട്ടിരുന്ന കബോർഡും ചിമ്മിനിയൊക്കെ ആയിരുന്നു, ഇതിപ്പോൾ എത്ര നന്നായിട്ട് നീറ്റായിട്ട് ഗ്ലാസ് പോലെ തിളങ്ങുന്നത് നോക്കിയാൽ എൻ്റെ കൂട്ടുകാർ. ഞാനൊരു 1.5-2 മണിക്കൂറോളം സമയം പിടിച്ചു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ആക്ച്വലി പറയുന്നത് ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന ഒരു 7 മാസത്തോളം ആയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ മുകൾ ഭാഗത്തൊന്നും കയറി നോക്കുന്നില്ലല്ലോ. നമുക്ക് ഈ താഴെ നോക്കുന്ന സമയത്ത് എല്ലാം വൃത്തിയായിട്ടുണ്ടെന്നുള്ളൊരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. കാരണം നമ്മൾ താഴെ നിന്നിട്ട് പുറഭാഗമൊക്കെ ഒന്ന് തുടച്ച് വിടത്തല്ലേ ഉള്ളൂ, നമ്മൾ ഇതിനകത്തായിട്ട് ഡീപ്പായിട്ട് നോക്കുന്നില്ലല്ലോ. ഇതിൻ്റെ മുകളിൽ കയറി വെച്ചാൽ അതിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നോക്കുമ്പോഴാണ് അതിനകത്ത് അടിയിലൊക്കെ എന്തോരം കറി അഴുക്കുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. എന്തായാലും ഈ സാധനം ഉപയോഗിച്ച് ഞാനിപ്പം ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ കബോർഡൊക്കെ എത്ര വൃത്തിയായിട്ട് നീറ്റായി നോക്കിയേ. നന്നായിട്ട് നീറ്റാണ്, കാരണം ഒരു തുള്ളി കറ പോലും നിൽക്കത്തില്ല, അത്ര വൃത്തിയായിട്ട് നമുക്ക് നീറ്റാക്കാൻ പറ്റും. കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇൻറ്റീരിയർ വൈറ്റ് കളർ ആയതുകൊണ്ടുണ്ടല്ലോ അത് പിന്നെ എപ്പോഴും നീറ്റായിട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനകത്ത് ഇച്ചിരി അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ വേഗം അറിയാനും പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ആ സ്വിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫുള്ള് കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്വിച്ചിനകത്തും അല്ല ഇതൊരു പൊടി തുള്ളി ഞാൻ സ്പ്രേ ചെയ്തിട്ട് തുണി കൊണ്ട് ഇങ്ങനെ വൃത്തിയായിട്ട് തുടച്ചെടുത്ത്. അതുകൊണ്ട് ആ സ്വിച്ച് ബോർഡും എല്ലാം വൃത്തിയായിട്ട് ക്ലീനായി നോക്കിയാൽ എത്ര നീറ്റായിട്ടുണ്ടെന്ന് നോക്കിയേ. ഇനി ഇതിൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇനി ഇവിടുന്ന് ഈ സാധനങ്ങളെല്ലാം പറക്കി വെക്കണം. അതിന് മുമ്പായിട്ട് പിന്നെ എന്താ പറയുന്നത്, എൻ്റെ ചിമ്മിനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിനൊന്ന് ക്ലോസ് ചെയ്യണം. ചിമ്മിനിയുടെ അകമൊക്കെ നോക്കി എത്ര നീറ്റായിട്ട് ക്ലീനായി നോക്കി. ഞാൻ ഇത് സ്പ്രേ ചെയ്തിട്ട് തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചതാണ് ചിമ്മിനിക്ക് അകമൊക്കെ. ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ദിവസവും ഇതിങ്ങനെ ഓരോ കബോർഡ് ഇങ്ങനെ ഉള്ളിൽ ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് അന്നെന്നുണ്ടെങ്കിൽ താഴെ നിന്നിട്ടുള്ള തുടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ചില ദിവസങ്ങളാണ് തോന്നുന്നത് അയ്യോ ഇതിനകമൊക്കെ ഒന്ന് നോക്കണമല്ലോ എന്ന് വിചാരിച്ച് കയറി ആ ലാഡർ വെച്ച് കയറിയിട്ട് കബോർഡിൻ്റെ അകഭാഗമൊക്കെ നോക്കുമ്പോഴാണ് അയ്യോ എൻ്റെ കബോർഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആണോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. അതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം ആയി കഴിഞ്ഞിട്ട് ഞാൻ അപ്പൂസിനോട് പറഞ്ഞു, അപ്പൂസെ ഈ സാധനങ്ങളെല്ലാം ഇനി പറക്കിത്താൻ, ഞാൻ അങ്ങനെ എല്ലാം അങ്ങ് സ്റ്റാൻഡിൽ പറക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ അങ്ങനെ പറക്കി മാറ്റിയ സാധനങ്ങളെല്ലാം തിരിച്ച് പറക്കി എനിക്ക് എൻ്റെ കയ്യിൽ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നോരോന്ന് മേടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പൂസ് എനിക്ക് ബദാമിൻ്റെ ഭരണിയാണ് കൊണ്ടു തന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നേരം ജോലി ചെയ്ത് ഞാൻ ക്ഷീണിച്ചിരുന്നതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ബദാമൊക്കെ കഴിച്ച് ഒന്ന് എനർജി ആക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ബദാം കഴിച്ചു. അപ്പോൾ അപ്പൂസിന് വേണമെന്ന് വെച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 3-4 ബദാമൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളത് അതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ മസാല പാത്രങ്ങളും വലിയ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളും എല്ലാം സെറ്റാക്കി എല്ലാം ആക്കി റെഡിയാക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്തോരം പണി കഴിഞ്ഞെന്നറിയാമോ. അങ്ങനെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇനി ഇതെല്ലാ സാധനങ്ങളും എന്താ പറയുന്നത് തിരിച്ച് ചെയ്ത് വെക്കണം. ഞാൻ ചിമ്മിനി ക്ലോസ് ചെയ്യാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തായാലും അങ്ങനെ ചിമ്മിനി ക്ലോസ് ചെയ്തു, അതിൻ്റെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ട് അതിൻ്റെ കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി ഈ ലാഡറും കാര്യങ്ങളൊക്കെ എല്ലാം തിരിച്ച് എടുത്തെടുത്ത് തന്നെ അങ്ങ് തിരിച്ചെല്ലാം കൊണ്ടുവന്ന് സെറ്റാക്കിയാൻ വെച്ചും ഊണ് കഴിക്കാൻ തുടങ്ങണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറ് വിശക്കുന്നത്. ഇപ്പോൾ സമയം 2:30 ആവുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ പേയാണ്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ.